First question നോക്കാം. The mass of a box measured by a grocer's balance is 2.30 kilogram. Two gold pieces of masses 20.15 gram and 20.17 gram are added to the box. What is A. The total mass of the box, B. The difference in the masses of the pieces to correct significant figures. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഗ്രോസേഴ്സ് ബാലൻസിൽ ഒരു ബോക്സ് മെഷർ ചെയ്യുമ്പം അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ബോക്സിൻ്റെ മാസ് തന്നിട്ടുള്ളത് 2.30 കിലോഗ്രാം ആണ്. ഓക്കെ, ഈ ബോക്സിലോട്ട് 2 ഗോൾഡ് പീസസും കൂടി ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഗോൾഡ് പീസ് 1 അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 20.15 ഗ്രാം ആണ്. ഓക്കെ, ഗോൾഡ് പീസ് 2 അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 20.17 ഗ്രാം ആണ്. ഓക്കെ, ഇനി നമ്മളൊരു ടോട്ടൽ മാസ് ഓഫ് ദ ബോക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തിനെയും ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കിലോഗ്രാമിലാണ് ബോക്സിൻ്റെ മാസ് തന്നിട്ടുള്ളത്, ഗോൾഡ് പീസസിൻ്റെ യൂണിറ്റ് തന്നിരിക്കുന്നത് ഗ്രാമിലാണ്. അപ്പം നമുക്ക് ഈ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം 20.15 ഗ്രാമിനെ എങ്ങനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യും? 20.15 ഇൻറ്റു 10⁻³ ചെയ്താൽ നമുക്കതിനെ കിലോഗ്രാമിലോട്ട് മാറ്റാം. അങ്ങനെ ആകുമ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 0.02015 കിലോഗ്രാം ആണ്. ഇത് ഗോൾഡ് പീസ് 1ൻ്റെ മാസാണ്. ഗോൾഡ് പീസ് 2ൻ്റെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യുക? 20.17 ഇൻറ്റു 10⁻³ ഈക്വൽ ടു 0.02017 കിലോഗ്രാം. ഓക്കെ, അപ്പം നമ്മളിപ്പം എല്ലാ മാസിനെയും കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ മാസാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ബോക്സിൻ്റെ മാസ് പ്ലസ് G1 പ്ലസ് G2 അല്ലേ? ഗോൾഡ് പീസ് 1ൻ്റെയും ഗോൾഡ് പീസ് 2ൻ്റെയും മാസുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ടോട്ടൽ മാസ് ബോക്സിൻ്റെ, അപ്പം നമുക്ക് ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഇസ് ഈക്വൽ ടു ബോക്സിൻ്റെ മാസ് എത്രയാണ്? 2.30 കിലോഗ്രാം പ്ലസ് ഗോൾഡ് പീസ് 1ൻ്റെ മാസ് എത്രയാണ്? നമുക്ക് കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തത് 0.02015 കിലോഗ്രാം പ്ലസ് ഗോൾഡ് പീസ് 2ൻ്റെ മാസ് 0.02017. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പം ഇപ്പം നമ്മൾ ഇതിൻ്റെ അഡീഷൻ പെർഫോം ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2.34032 എന്നാണ് കിട്ടുക. ഓക്കെ, ദാറ്റ് ഈസ് അവർ ടോട്ടൽ മാസ് അങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ഫൈനൽ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് റിറ്റെയിൻ ചെയ്യണം എന്ന് നോക്കാം. നമ്മൾ അഡീഷൻ പെർഫോം ചെയ്യുമ്പം ഏറ്റവും കുറവ് ഡെസിമൽ പോയിന്റ് വന്നിട്ടുള്ള ഡയമെൻഷനിൽ എത്ര ഡെസിമൽ പോയിന്റ് ആണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 2 ആണല്ലേ, 2.30 ടോട്ടൽ മാസ് ഓഫ് ദ ബോക്സിൻ്റെ ആണ് ആ കാര്യം. അപ്പം 2.30 നോക്കുക. അപ്പം 2 ഡെസിമൽ പോയിന്റ് നമ്മൾ റീറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതിൽ നോക്കുക, ബോക്സിൻ്റെ മെഷർമെൻറ്റിൽ ടോട്ടൽ മാസിൻ്റെ മെഷർമെൻറ്റിൽ 2.30 എന്നാണ് അല്ലേ. അപ്പം അതിൽ 2 ഡെസിമൽ പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫൈനൽ ആൻസറിലും നമ്മൾ 2 ഡെസിമൽ പോയിൻറ്റ് റീറ്റെയിൻ ചെയ്യുക. അങ്ങനെ ആകുമ്പം ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ മാസ് ഇസ് ഈക്വൽ ടു 2.34 കിലോഗ്രാം എന്നായിരിക്കും ഉണ്ടാവുക. ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ് നോക്കുക. അപ്പം ഗോൾഡ് 1ൻ്റെ കേസിലാണെങ്കിൽ എത്ര ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ട്? 5 ഉണ്ട്. G2ൻ്റെ കേസിലും 5 ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ട്. ഏറ്റവും കുറവുള്ളത് ബോക്സിൻ്റെ കേസിലാണ്, 2 ഡെസിമൽ പോയിൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറിലും 2 ഡെസിമൽ പോയിന്റ് റീറ്റെയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് ഡിഫറൻസ് ഇൻ ദി മാസസ് ഓഫ് ദ പീസസ് ടു കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അപ്പം അതായത് 2 ഗോൾഡ് പീസസിൻ്റെ മാസിൻ്റെ നെക്സ്റ്റ് നമുക്ക് ഗോൾഡ് പീസസിൻ്റെ ഡിഫറൻസ് കാണാം. ഓക്കെ, അപ്പം ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാതെ ഗ്രാമിലുള്ള ഡയമെൻഷൻ തന്നെ എടുത്താൽ മതി, ഗ്രാമിലുള്ള മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതിയാവും. അപ്പം 20.17 മൈനസ് 20.15 ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഡിഫറൻസ് എത്രയാണ്? 0.02 ഗ്രാം എന്ന് കിട്ടും അല്ലേ. ഇനി ഇത് കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് റീറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം 2 മെഷർമെൻറ്റിൽ നമുക്ക് കാണാം 2 ഡെസിമൽ പോയിൻ്റ് തന്നെയാണുള്ളത്. നമുക്ക് കിട്ടുന്ന ഫൈനൽ ആയിട്ടുള്ള ഡിഫറൻസ് നോക്കുക, അതിലും 2 ഡെസിമൽ പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ആൻസർ കിട്ടുക. ഓക്കെ.
കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 0.02 2 ഡെസിമൽ പോയിന്റ് റീറ്റെയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പാസഞ്ചർ അറൈവിംഗ് ഇൻ എ ന്യൂ ടൗൺ വിഷസ് ടു ഗോ ഫ്രം ദ സ്റ്റേഷൻ ടു എ ഹോട്ടൽ ലൊക്കേറ്റഡ് 10 kilometers away on a straight road from the station. A dishonest cabman takes him along a circuitous path 23 kilometers long and reaches the hotel in 28 minutes. What is A. the average speed of the taxi? B. the magnitude of average velocity? Are the two equal? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പം ന്യൂ ടൗണിലെത്തിയ പാസഞ്ചർ 10 kilometers അകലെയുള്ള സ്റ്റേഷനിൽ നിന്ന് 10 kilometers അകലെയുള്ള ഹോട്ടലിലേക്ക് പോകണം. പക്ഷേ ക്യാബ്മാൻ എന്താ ചെയ്തത്? ഒരുപാട് ദൂരം അയാളെ ചുറ്റിക്കറക്കിയിട്ടാണ് ഹോട്ടലിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 23 kilometers ആണ്. ഓക്കെ, ഇനി എടുത്ത സമയം എന്ന് പറയുന്നത് 28 minutes ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് വൺ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് അല്ലേ. ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ രണ്ടാമത്തെ ഭാഗത്ത് ചോദിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ആർ ദ ടു ഈക്വൽ ആണോ എന്ന് നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, അപ്പം ടോട്ടൽ ടൈം ടേക്കൺ അപ്പം എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 23 kilometers ആണ്. ഓക്കെ, 23 kilometers ആണ്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 28 minutes ആണ്. അപ്പം 28 minutes നമുക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം എന്താണ്? 23 kilometers ആണ് അല്ലേ. അപ്പം നമുക്കത് അവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം 28 minutes നമുക്ക് 28 divided by 60 ചെയ്താൽ നമുക്ക് അത് അവേഴ്സിലുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇതിനെ ഒന്ന് ചെയ്ത് നോക്കാം. 23 divided by 28 divided by 60 which is equal to 23 into 60 divided by 28. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ കിട്ടുക 1430 So this is 23 into 15 divided by 7. 23 into 15 ചെയ്യുമ്പം 345 divided by 7 ആണ്. That is equal to 49.3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ, അതായത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 49.3 km/h ആണ് ആദ്യത്തേതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സബ്സെക്ഷൻ ബിയിൽ പറയുന്നത് ആവറേജ് വെലോസിറ്റി കാണാനാണ്. ഓക്കെ, അപ്പം ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഫോർമുല എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പം നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 10 kilometers ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 10 kilometers ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ 28 minutes ആണ്. എഗെയിൻ മിനിറ്റിനെ അവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 60. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 into 60 divided by 28. ഇത് കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1430 എഗെയിൻ കട്ട് ചെയ്യുമ്പോൾ 715 which is equal to 150 divided by 7 ആണ്. ഓക്കെ, അപ്പം ഫൈനൽ ആൻസർ വരുന്നത് 21.3 ആണ്. ഓക്കെ, കിലോമീറ്ററിൽ പറയും 21.3 km/h. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും സെയിം അല്ല. ഓക്കെ, ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സൈക്ലിസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ സെൻറ്റർ O of a circular park of radius 1 kilometer, reaches the edge P of the park, then cycles along the circumference and returns to the center along QO as shown in the figure. If the round trip takes 10 minutes, what is A. net displacement, B. average velocity, and C. average speed of the cyclist? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഈ സർക്കുലർ പാർക്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 kilometer ആണ്. ഓക്കെ, എന്നിട്ട് നോക്കൂ, ആദ്യം സെൻറ്റർ ഓഫ് ദ പാർക്കിൽ നിന്നും, അതായത് Oയിൽ നിന്നും Pയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, Pയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് Pയിൽ നിന്നും Qയിലേക്ക്, അതായത് സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ ട്രാവൽ ചെയ്ത് Qയിലേക്ക് എത്തുകയും Qയിൽ നിന്ന് നേരെ വീണ്ടും സെൻറ്റർ Oയിലേക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് സൈക്ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം.
സബ്സെക്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇവിടെ നോക്കൂ, സൈക്ലിസ്റ്റ് ഈ സർക്കുലർ പാർക്കിൻ്റെ സെൻറ്റർ ഒയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് വീണ്ടും ഒയിലേക്ക് തന്നെ എത്തി അല്ലേ. അപ്പോൾ എന്താ ഇവിടെ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ് അല്ലേ. ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കുകയാണ് സൈക്ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? 0 എന്നാണ് കിട്ടുക. ഓക്കെ, എന്താണ് നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തുകയാണ്. ഓക്കെ, സോ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ സെയിം ആണ്. അപ്പം നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. ഇനി സബ്സെക്ഷൻ ബി നോക്കാം. ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ നോക്കൂ, നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ആണ്. 0 ബൈ ടൈം ചെയ്യുമ്പോൾ എന്താ ഉത്തരം കിട്ടുക? 0 തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇനി സബ്സെക്ഷൻ സി നോക്കുക. സിയിൽ പറഞ്ഞിരിക്കുന്നത് ആവറേജ് സ്പീഡ് ഓഫ് ദ സൈക്ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ആവറേജ് സ്പീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്? സൈക്ലിസ്റ്റ് O2P ആണ് ട്രാവൽ ചെയ്യുന്നത്. O2P ഇവിടെ നോക്കിയാൽ മനസ്സിലാവും റേഡിയസ് ഓഫ് ദ സർക്കിളാണ്. അപ്പം OP അല്ലേ, OP പ്ലസ് പിന്നെ എങ്ങനെയാണ് P2Q, പിയിൽ നിന്ന് ക്യൂവിലേക്ക്. അപ്പം PQ, ഇവിടെ PQ നോക്കുക. PQ എന്ന് പറയുന്നത് സർക്കുലർ പാർക്കിൻ്റെ സർക്കംഫറൻസിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള പോർഷനാണ്. പിന്നെ Q2O. ഓക്കെ, അപ്പം ക്യൂവിൽ നിന്ന് ഒയിലേക്ക് വീണ്ടും ട്രാവൽ ചെയ്യുന്നുണ്ട്, സെൻറ്ററിലേക്ക് റീച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടുള്ളൂ. അപ്പം OP ഇവിടെ എത്രയാണ്? OP എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കുലർ പാർക്കാണ്. അത് തന്നിട്ടുണ്ട് നമുക്ക് 1 കിലോമീറ്റർ ആണെന്ന്. ഓക്കെ, നെക്സ്റ്റ് PQ നോക്കിക്കേ. PQ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സപ്പോസ് നമ്മൾ ഈ ഒരു സർക്കുലർ റീജിയനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഈ PQ എന്ന് പറയുന്ന റീജിയൻ എന്താണ്? ഒരു ഇപ്പോൾ ഇവിടെ PQ എന്ന് പറയുന്ന റീജിയൻ നോക്കിയാൽ മനസ്സിലാവും. ഈ സർക്കിളിനെ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ PQ എന്ന് പറയുന്നത് 1/4 ഓഫ് ദ സർക്കംഫറൻസ് ആണ് അല്ലേ. 1/4 ഓഫ് ദ സർക്കംഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ PQനെ റെപ്രസെൻറ്റ് ചെയ്യാം? 1/4 ഇൻറ്റു 2πr അല്ലേ. 2πr എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സർക്കംഫറൻസ് പ്ലസ് QO നോക്കുക, വീണ്ടും റേഡിയസ് ആണ്. അപ്പം അതും 1 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 അഗെയിൻ കിലോമീറ്റർ. സോ 2 പ്ലസ് 1/4 ഇൻറ്റു 2 ഇൻറ്റു 3.14 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 1. സോ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് ആണല്ലേ. അപ്പം മിനിറ്റ്സിനെ നമുക്ക് അവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10/60 എത്രയായിരിക്കും? 3.57 ഡിവൈഡഡ് ബൈ 1/6 വിച്ച് ഈസ് ഈക്വൽ ടു 3.57 ഇൻറ്റു 6. ഫൈനൽ ആൻസർ ഈസ്, അപ്പോൾ എത്രയാണ്? 21.42 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 21.42 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ.